കിസാൻ 6000 രൂപ ലഭിക്കുന്നവർക്ക് കർഷക രജിസ്ട്രിയിൽ എൻറോൾ ചെയ്യണമെന്നുള്ള അറിയിപ്പുകൾ ഉണ്ടായിരുന്നു. കർഷക രജിസ്ട്രി എന്നത് കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷന് കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. കർഷകരുടെ വിവരങ്ങൾ ഒരു ഡാറ്റാബേസിൽ ആക്കുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ഇതിലൂടെ എളുപ്പത്തിലും വേഗത്തിലും കർഷകർക്കുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. കർഷക രജിസ്ട്രി എൻറോൾമെന്റിനായി വൈകാതെ തന്നെ സെൽഫ് രജിസ്ട്രേഷൻ സംവിധാനം നിലവിൽ വരുന്നതായിരിക്കും. ഇപ്പോൾ കൃഷിഭവനിൽ നേരിട്ടെത്തി ചെയ്യണമെന്നാണ് അറിയിപ്പുകൾ ഉള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കൃഷിഭവനിൽ തിരക്ക് വർദ്ധിക്കുകയും അവിടുത്തെ മറ്റു ജോലികൾ തടസ്സം നേരിടുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അക്ഷയ കേന്ദ്രങ്ങളിലും കോമൺ സർവീസ് സെന്ററുകളിലും രജിസ്ട്രേഷൻ നടത്താൻ സൗകര്യം ഒരുക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ കൃഷിഭവനിൽ മാത്രമല്ല അക്ഷയ കേന്ദ്രങ്ങളിലും കോമൺ സർവീസ് സെന്ററുകളിലും കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. കർഷകരുടെ ഉന്നമനത്തിനു വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് PM കിസാൻ സമ്മാൻ നിധി യോജന. ഈ പദ്ധതി പ്രകാരം പ്രതിവർഷം 6000 രൂപ ലഭിക്കുന്നതാണ്. 3 തവണയായിട്ടാണ് ഇത് നൽകുന്നതും. കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് തന്നെയാണ് PM കിസാന്റെ തുക എത്തുന്നതും. കിസാൻ നിധിയിൽ നിന്നും പ്രതിവർഷം 6000 രൂപ ലഭിക്കുന്ന കർഷകർ ജൂലൈ 31 മുമ്പായി തന്നെ കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് നിർദ്ദേശമുണ്ട്. അതിനാലാണ് കൃഷിഭവനിൽ നേരിട്ടെത്തി തന്നെ ഇത് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ ഇനി മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിലും ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. കൃഷിഭവനിൽ ഈ സേവനം സൗജന്യമായിട്ടായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും ചെറിയ സർവീസ് ചാർജ് നൽകേണ്ടി വരുന്നതാണ്. ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ, ഭൂനികുതി അടച്ച രസീത് എന്നിവയാണ് കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമായ പ്രധാന രേഖകൾ. കൃഷിഭവനിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇവ കൃത്യമായി തന്നെ ചെയ്യേണ്ടതുമാണ്. ഡിജിറ്റൽ സേവനങ്ങൾ വേഗത്തിൽ കർഷകരിലേക്ക് എത്തുന്നതിനു വേണ്ടിയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അതിനാൽ PM കിസാന്റെ 6000 രൂപ ലഭിക്കുന്നവരും കൃഷിഭൂമി ഉള്ളവരും ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടാതെ PM കിസാന്റെ 6000 രൂപ ലഭിക്കാത്തവരും കൃഷിഭൂമി ഉള്ളവരും ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ അടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് കർഷക രജിസ്ട്രിയിൽ പേര് ചേർത്തോ എന്ന് പരിശോധിക്കാൻ സാധ്യതയുണ്ട്. കിസാൻ ആനുകൂല്യങ്ങളും കർഷക വായ്പകളും ഒക്കെ ലഭിക്കുന്നതിന് ഇത് ആവശ്യമായി വന്നേക്കാം. ഇതിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ കർഷകർക്ക് ഒരു ഏകീകൃത തിരിച്ചറിയൽ കാർഡ് ലഭിക്കുന്നതായിരിക്കും. ഇതിലൂടെ കർഷകർക്കുള്ള ആനുകൂല്യങ്ങളും മറ്റും വേഗത്തിൽ ലഭിക്കുന്നതുമാണ്. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കണം. അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റും ഇവ ചെയ്യുന്നുണ്ടോ എന്ന് കൃത്യമായി പരിശോധിച്ചതിനു ശേഷം ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കർഷക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഇത് ഒരു പ്രധാനപ്പെട്ട ഒന്നായി മാറിയേക്കാം.